എൻ്റെ പേര് ജോയി കെ എ. ഞാൻ 2020 ജനുവരി 1 ഉടമ്പടി എടുത്തതാണ്. അന്ന് മുതൽ ഇന്ന് വരെ ഉടമ്പടിയിൽ തന്നെ ഞാൻ ജീവിക്കുന്നു. എൻ്റെ ജീവിതകാലം മുഴുവൻ ഞാൻ ഉടമ്പടിയിൽ ജീവിക്കും. എനിക്ക് 2020 ജനുവരി 21 നവംബർ 14 ഹാർട്ട് അറ്റാക്ക് വന്നായിരുന്നു. 6 ബ്ലോക്ക് ഉണ്ടായിരുന്നു, ഭയങ്കര ബ്ലോക്കായിരുന്നു. അവിടെ നിന്ന് ഹോസ്പിറ്റലിൽ ഓക്സിജൻ ഘടിപ്പിച്ച ആംബുലൻസിലാണ് കൊണ്ടുപോയത്. അവിടെ ചെന്നപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞത് അരമണിക്കൂർ കൂടെ താമസിച്ചിരുന്നാൽ രക്ഷ കിട്ടിയില്ലായിരുന്നതാണ്. ഞാനപ്പോഴും അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു, അമ്മ ഈ രോഗത്തിൽ നിന്ന് തന്നെ സൗഖ്യപ്പെടുത്തണമേ എന്ന്. അമ്മയുടെ അനുഗ്രഹം കൊണ്ട് ഞാൻ 5 ദിവസം ICUവിലും കിടന്നു, 19 ദിവസം ആശുപത്രിയിൽ കിടന്ന് ഡിസ്ചാർജായി. 3 സ്റ്റഡ് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞു. ഞാൻ എല്ലാ ജോലിയും ചെയ്യുന്നുണ്ട്. ദിവസം 60-70 കിലോമീറ്റർ സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്. ഇപ്പോൾ അമ്മ എന്നെ നടത്തുന്നത്. പിന്നെ ആ രോഗത്തിൽ നിന്ന് സൗഖ്യം കിട്ടിയതിന് ശേഷം ഞാൻ ആശുപത്രിയിൽ പോകുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ആരെങ്കിലും അവിടെ ചോദിക്കും ഒറ്റയ്ക്കാണെന്ന് പോയെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, അല്ല, എൻ്റെ കൂടെ എൻ്റെ കൃപാസന മാതാവ് ഉണ്ടെന്നാണ് പറയുന്നത്. അതാണ് സത്യവും. കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ആശുപത്രിയിൽ പോകുന്നത്. എക്കോ വരെ എടുക്കുമ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നത്. ആ സമയത്തും എന്നെ കാത്തു പരിപാലിക്കുന്ന പരിശുദ്ധ അമ്മയാണ്. എനിക്ക് ഭവനമില്ലായിരുന്നു. 10-12 വർഷത്തെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അമ്മ ഞാൻ ഉദ്ദേശിക്കാത്ത സമയത്ത് ഒരു നല്ലൊരു ഭവനം 6 മാസം കൊണ്ട് പണിത് താമസിക്കുവാനുള്ള ഭാഗ്യം തന്ന് അനുഗ്രഹിച്ചു. പിന്നെ ഞാൻ വീട് വെക്കാനുള്ള വസ്തുവിന് ഒരു മൈനറവകാശം, എൻ്റെ അനിയൻ്റെ വസ്തു മേടിച്ചതായിരുന്നു. അനിയൻ്റെ മകന് അനിയനില്ലാത്തതുകൊണ്ട് അനിയൻ്റെ മകന് മൈനറവകാശം ഉണ്ടായിരുന്നു. ആ വസ്തുവിൻ്റെ മൈനറവകാശം തിരിച്ച് അവകാശപ്പെട്ട്, പൈസ കൊടുത്ത് വാങ്ങിച്ച വസ്തു തിരിച്ച് അവകാശം തിരിച്ച് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അതിന് ഭീമമായൊരു തുക ആവശ്യപ്പെട്ടു. അത് 12 വർഷത്തോളം കഴിഞ്ഞാണ് ചോദിക്കുന്നത്. 3 വർഷം മുമ്പ് ചോദിച്ചപ്പോൾ ഭീമമായൊരു തുക ആവശ്യപ്പെട്ടു. ആ കോവിഡ് സമയമായിരുന്നു. ഞാനിവിടെ വന്നിട്ട് വെളിയിൽ വന്നിട്ട് ആ ആധാരവും കൊണ്ട് വന്നിട്ട് ഇവിടുത്തെ ഒരു പ്രേക്ഷിതൻ്റെ കൊടുത്ത പറഞ്ഞു, അമ്മയുടെ തിരുമുമ്പിൽ കൊണ്ടുപോയി ഇതൊന്ന് വെച്ച് പ്രാർത്ഥിച്ച് തരണമെന്ന് പറഞ്ഞു. ഞാൻ വെളിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ആ ആധാരം കൊണ്ടുത്തന്നു. ഞാൻ തിരിച്ച് 4:30 ആയപ്പം വീട്ടിൽ ചെന്നു. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ആ വസ്തുവിൻ്റെ കാര്യം എങ്ങനെയാണ്? ഞാനപ്പോൾ ഒരു ചെറിയ തുക അവരോട് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിന് പ്രകാരം ആ വസ്തുവിൻ്റെ ബാധ്യതയെല്ലാം മാറി അമ്മ എനിക്ക് അന്നേ ദിവസം തന്നെ വാക്ക് തന്ന് അനുഗ്രഹിച്ചു. ആ വസ്തുവിലാണ് ഞാനിപ്പോൾ ഭവനം വെച്ച് താമസിക്കുന്നത്. പിന്നെ ഞാനൊരു സിനിമാ തിയേറ്ററിൻ്റെ മാനേജരായിരുന്നു. എനിക്ക് അറ്റാക്ക് വന്നതോടുകൂടി ആ ജോലി നഷ്ടപ്പെട്ടായിരുന്നു. അതിനുശേഷം 3 മാസം കഴിഞ്ഞപ്പോഴേക്ക് തന്നെ ഞാൻ സിനിമാ കമ്പനിയിൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് പോകുന്നു. ഇപ്പോഴും ജോലിക്കൊരു തടസ്സവുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ എൻ്റെ പ്രേക്ഷിത വേല, ഞാൻ ഇവിടുന്ന് പത്രം കിട്ടിക്കഴിഞ്ഞാൽ വീട്ടിൽ കൊണ്ടുപോയി മൊത്തമായിട്ട് വെച്ചിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി തൈലം കൊണ്ട് കുരിശ് വരച്ചതിന് ശേഷം ഞാൻ കൊടുക്കുകയുള്ളൂ. കാര്യം എന്നാ വെച്ചാൽ ഓരോരുത്തരെ കാണുമ്പോൾ കൊടുക്കുമ്പോൾ വിശ്വാസ പ്രമാണം ചെല്ലാൻ സമയം കിട്ടുകയില്ല. അതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നത്. പ്രേക്ഷിത വേല, ഞാൻ അനാഥാലയങ്ങളിൽ ചില സമയങ്ങളിൽ ഭക്ഷണം കൊടുക്കാറുണ്ട്. പിന്നെ ആശുപത്രിയിൽ കിടക്കുന്ന രോഗികൾക്ക് ഞാൻ പൈസ കൊടുക്കാറുണ്ട്. ഞായറാഴ്ചകളിലും ചുരുക്കം ദിവസങ്ങളിൽ ഞാൻ പള്ളിയിൽ പോകാറുള്ളൂ. കുർബാനയും കുമ്പസാരവും മുടക്കാറില്ല. ദിവസം അരമണിക്കൂറിൽ കൂടുതൽ ഞാൻ ബൈബിൾ വായിക്കും. ഈ ആഴ്ച പോലും 3 പ്രാവശ്യം ഞാൻ ഇവിടുത്തെ ധ്യാനം കൂടി. അങ്ങനെ കൂടുതൽ സമയം ഞാൻ പ്രാർത്ഥിക്കും. സ്കൂട്ടർ ഓടിക്കുന്ന സമയത്ത് മുഴുവൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടാണ് ഞാൻ ഓടിക്കുന്നത്. അത് ഒരു ദിവസം 1 മണിക്കൂറെങ്കിലും അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഇത്രയും നന്ദി അമ്മയ്ക്കും തിരുകുമാരനും 100,000 നന്ദി പറയുന്നു. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 38-ാം അധ്യായത്തിൽ 3 മുതലുള്ള തിരുവചനങ്ങളിൽ ഹെസക്കിയായുടെ രോഗശാന്തിയെക്കുറിച്ച് നമുക്ക് തിരുവചനങ്ങളിലൂടെ കാണുവാൻ കഴിയും. ഹെസക്കിയായോട് കർത്താവ് നിൻ്റെ ഭവനവും ക്രമപ്പെടുത്തുക, എന്തെന്നാൽ നീ മരിക്കും, നീ സുഖം പ്രാപിക്കുകയില്ല എന്നൊക്കെ പറയുന്ന തിരുവചനത്തോടെ ആ അധ്യായം ആരംഭിക്കുമ്പോൾ ഹെസക്കിയ വേദനയോടെ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവെ, ഞാൻ വിശ്വസ്തയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ അങ്ങയുടെ മുൻപിൽ വ്യാപരിച്ചുവെന്നും അങ്ങയ്ക്ക് പ്രീതികരമായത് എപ്പോഴും അനുവർത്തിച്ചുവെന്നും അങ്ങിപ്പോൾ അനുസ്മരിക്കണമേ. അനന്തരം ഹെസക്കിയ വേദനയോടെ കരഞ്ഞു. പിന്നീട് യെശയ്യാ പ്രവാചകനിലൂടെ എങ്ങനെയാണ് ദൈവം ഹെസക്കിയായോട് സംസാരിക്കുന്നത്, ഹെസക്കിയായ്ക്ക് പിന്നീട് ലഭിക്കുന്ന രോഗശാന്തി, ഞാൻ നിന്നെ സുഖപ്പെടുത്തും, ഞാൻ നിൻ്റെ പ്രാർത്ഥന ശ്രവിച്ചിരിക്കുന്നു എന്നൊക്കെയാണ് ഹെസക്കിയായോട് ഈശോ പിന്നീട് തിരുവചനത്തിലൂടെ അരുളി ചെയ്യുക.
തൻ്റെ ജീവിതത്തിൽ തനിക്ക് 6 ബ്ലോക്ക് വന്നു. തനിക്കൊരു പാസ്റ്റ് ഹിസ്റ്ററി ഉള്ള ആളല്ല. എന്നാൽ ഇങ്ങനെ ഈ സമയത്ത് തൻ്റെ ജീവിതം കൈവിട്ടു പോകുന്ന അവസരത്തിൽ അരമണിക്കൂർ കൂടി താമസിച്ചിരുന്നെങ്കിൽ ജീവിതം തന്നെ നഷ്ടമാകുമായിരുന്നു എന്ന് ഡോക്ടേഴ്സ് പറഞ്ഞു എന്നാണ് നാം കേട്ടത്. ഈ മകൻ പിന്നീട് എങ്ങനെയാണ് വെൻറ്റിലേറ്ററിലും ICUയിലുമൊക്കെ ആയിരുന്ന മകന് ഫാസ്റ്റ് റിക്കവറി പിന്നീട് എങ്ങനെ സാധിക്കുന്നു? ഇന്നും താൻ പൂർണ്ണ ആരോഗ്യവാനായിട്ട് 3 സ്റ്റെൻറ്റ് ഇട്ടിട്ടുണ്ട്. തനിക്ക് അതൊന്നും തൻ്റെ ജോലിക്ക് തടസ്സമാകുന്നില്ല. എത്ര കിലോമീറ്റർ ദിവസവും താൻ യാത്ര ചെയ്യുന്നു, സ്വയം വെഹിക്കിളിൽ യാത്ര ചെയ്യുന്നു. അതൊന്നും തൻ്റെ രോഗാവസ്ഥകളൊന്നും ഇന്ന് തന്നെ ഭാരപ്പെടുത്തുന്നില്ല. തനിക്ക് പരിപൂർണമായ സൗഖ്യമാണ് ലഭിച്ചത്. തൻ്റെ ഭവനം പണിയുടെ കാര്യം പറയുന്നുണ്ട്. അതുപോലെ ഒരു കൈവശാവകാശം, അതും എത്ര വർഷങ്ങളായിട്ടൊക്കെ ഉള്ളതാണ്. എന്നാൽ അതിന് വേണ്ടിയിട്ട് പിന്നീടൊരു ഭീമമായ തുക അവർ ചോദിച്ചെന്നും അതൊന്നും തൻ്റെ കയ്യിൽ കൊടുക്കുവാനില്ലാത്തപ്പോൾ കൊറോണ സമയത്ത് അമ്മയുടെ അടുത്തേക്കാണ് കടന്നു വരുന്നത്. ഇവിടെ വരുമ്പോൾ ഗേറ്റ് എല്ലാം അടച്ചിരിക്കുന്നു, തനിക്ക് അകത്ത് വരാൻ നിവർത്തിയില്ല. തൻ്റെ ഡോക്യുമെൻറ്റ്സ് അമ്മയെ കാണിക്കുവാൻ വേണ്ടി ഇവിടെയുള്ള ഒരു പ്രേക്ഷിതൻ്റെ കയ്യിൽ കൊടുത്തു വിടുകയാണ്. അമ്മയെ കാണിച്ച് തിരിച്ചു വാങ്ങിച്ചു കൊണ്ട് പോകുന്നു. പിന്നീട് അന്ന് തന്നെ എങ്ങനെയാണ് അതിന് തീരുമാനമുണ്ടാകുന്നത്? വർഷങ്ങളായിട്ട് ഒരു തീരുമാനവും ഇല്ലാതിരുന്നത് പിന്നീട് അന്ന് തന്നെ തീരുമാനം ഉണ്ടാവുകയും അത് തനിക്ക് സ്വന്തമാക്കുവാൻ കഴിയുകയും ചെയ്യുന്നു. അവരാവശ്യപ്പെട്ട ഭീമമായ തുകയല്ല, താൻ തന്നെ പറഞ്ഞ ഒരു തുകയ്ക്ക് എല്ലാ കാര്യങ്ങളും പിന്നീട് തീരുമാനിച്ച് ഉറപ്പിക്കുകയാണ്. ഇവിടെയൊക്കെ നമുക്ക് കാണുവാൻ കഴിയുക, നാം ആരെ തേടി വരുന്നുവോ ആ വ്യക്തി ഇവിടെ ജീവനോടെയുണ്ട്. നമുക്കാണ് ബോധ്യങ്ങളിൽ ജീവനുണ്ടാകേണ്ടത്. നാം അല്പം തണുത്ത രീതിയിലാണോ കർത്താവിനെ അന്വേഷിക്കുന്നത്? ഉടമ്പടി എടുത്തു, ഇനി നടക്കുമോ നടക്കില്ലയോ, ഈ ഒരു ചിന്തയാണോ നമുക്കുള്ളത്? നമ്മുടെ ആത്മാവ് ചൂടോടെയാണ് നാം ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ വ്യാപരിക്കുന്നതെങ്കിൽ ആ തീഷ്ണതയും ചൂടും തമ്പുരാനും നമ്മുടെ കാര്യത്തിൽ പെട്ടെന്ന് തന്നെ അതെല്ലാം നമുക്ക് വ്യക്തമാകും. അങ്ങനെ തനിക്ക് കിട്ടിയ കൃപകൾ ഓരോന്നായി പറയുമ്പോൾ ഇന്ന് തൻ്റെ ജീവിതത്തിൽ താൻ ചെയ്യുന്ന കാരുണ്യ പ്രവർത്തനങ്ങൾ, പ്രേക്ഷിത പ്രവർത്തനം, മണിക്കൂറുകൾ യാത്ര ചെയ്യുമ്പോൾ അതെല്ലാം പ്രാർത്ഥനയാക്കി മാറ്റുന്നു. അങ്ങനെ ഇന്ന് ഈശോയോടും അമ്മയോടും കൂടുതൽ അടുത്ത് തൻ്റെ ജീവിതത്തെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട് നന്ദി പറയുന്ന ഈ മകനോടും കുടുംബത്തോടുമൊപ്പം നമുക്കും നന്ദിയുള്ളവരാകാൻ കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.